എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ ഔട്ടാവുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അത് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പല അമ്മമാരും വിഷമം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അപ്പം ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പല ഫങ്ഷൻസും ഇനോഗ്രേഷൻസും എല്ലാം പല സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് എല്ലാവരെയും കാണാൻ സാധിക്കുന്നത്. അപ്പം പല സ്ഥലത്തും ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഗിഫ്റ്റ്സും കാര്യങ്ങളെല്ലാം തരാറുണ്ട്. അത് എനിക്ക് ചെറുതോ വലുതോ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഗിഫ്റ്റ്സും എനിക്ക് എപ്പോഴും വലുതാണ്, എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അപ്പം ഇന്നലെ രാത്രി ഞാൻ ആക്ച്വലി എൻ്റെ ഗിഫ്റ്റ്സ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ട് ഗിഫ്റ്റ്സ് എന്താ പറയുക അൺറാപ്പ് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പം അതിൽ ഒന്ന് രണ്ട് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ലാതെ ഞാൻ ഡിസംബർ 3 അന്ന് തൃശ്ശൂർ ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് അവിടെ ഒരു അമ്മേനെ കാണാനിടയായി. അപ്പോൾ ആ അമ്മ എൻ്റെ കയ്യിൽ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. അതിനുശേഷം തിരക്കുകൾ കാരണം ഞാൻ അത് സത്യം പറഞ്ഞാൽ തുറന്നു നോക്കാൻ വിട്ടുപോയി. അപ്പോൾ അമ്മയുടെ ആ ഒരു ഗിഫ്റ്റോടൊപ്പം അമ്മയുടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ഇത് മലയാളത്തിലാണ്. മലയാളം ഞാൻ തപ്പിപ്പിടിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ പേര് മേരി എന്നാണ്. മരത്താക്കര, തൃശ്ശൂർ മരത്താക്കരയാണ് അമ്മയുടെ വീട്. ഞാൻ ഇത് മൊത്തം വായിച്ചിട്ടുണ്ട്. അമ്മയും തന്ന നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം അമ്മ പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ മാനേജർ അൻഷാദിൻ്റെ നമ്പർ എൻ്റെ പ്രൊഫൈലിലുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മയോട് ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. പിന്നെ ക്ഷമ ചോദിക്കുകയാണ്, കാരണം ഞാൻ ഈ ഒരു കാര്യം തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ ഞാനിത് എല്ലാം അവിടെ എൻ്റെ ഡ്രോയറിൽ കൊണ്ടുവന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാര്യം കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു ലെറ്ററിൽ അമ്മയുടെ സ്നേഹവും പിന്നെ ഞാൻ ഔട്ടായപ്പോഴുള്ള വിഷമം, പിന്നെ ഞാനും പൊടി ഒന്നാകണം, അങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് അനുഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. അപ്പം അമ്മ എനിക്കും പൊടിക്കും വേണ്ടി 2 ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ അമ്മ ഒരുപാട് എന്താ പറയാ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാനിത് ഇപ്പോഴാണ് ഇന്നലെ രാത്രി കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം എല്ലാം വന്നുപോയി. മനസ്സിലായില്ലേ? കാരണം വേറൊന്നും വിചാരിക്കില്ല. കാരണം ഞാനത് മനഃപൂർവ്വമല്ല, തിരക്കിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയതാ. അമ്മ എനിക്കും പൊടിക്കും ഓരോരോ റിങ്. ഓക്കെ, ഇത് എൻ്റെ റിങ്ങാണ്. ഓക്കെ, ഇതിൽ എഴുതിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എന്താ പറയുക, അപ്പം അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അയച്ചിട്ട് റിങ് തന്നിട്ടുണ്ടായിരുന്നു. അമ്മ സോറി, അമ്മ ഈ വീഡിയോ കാണണം. പിന്നെ എൻ്റെ മാനേജറിൻ്റെ നമ്പർ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ അമ്മ കോൺടാക്ട് ചെയ്യണം. അമ്മയുടെ നമ്പറിൽ ഇതിൽ കൊടുത്തത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ ഒരു 10-15 പ്രാവശ്യം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അമ്മയുടെ അനുഗ്രഹം അമ്മ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം. മേരി എന്നാണ് അമ്മയുടെ പേര്. എനിക്ക് ആ ഫോട്ടോ ഞാൻ തപ്പിപ്പിടിച്ച് ഞാൻ ആ ഫോട്ടോ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ തംബ്നെയിലായിട്ട് കൊടുക്കാം. അപ്പോൾ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹത്തോടു കൂടിയും ബ്ലെസ്സിങ്സോടു കൂടിയും ഞാനിത് എൻ്റെ ഈ ഒരു ഫിംഗറിൽ ഈ ഒരു ഇതിൽ മോതിരയുടെയാണ്. ഓക്കെ, അപ്പോൾ അമ്മ നോക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കിട്ടുന്നുണ്ടോ? ഓക്കെ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാനിത് തുറന്നു നോക്കാത്തതിൽ ഓപ്പൺ ചെയ്ത് നോക്കാത്തതിൽ ഒരുപാട് വിഷമം തോന്നുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ പൊടിക്കുള്ള ഈ ഒരു മോതിരം ഞാൻ എന്തായാലും പൊടിക്ക് കൊടുത്തേക്കാം. അപ്പം ഞാൻ പുള്ളിക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല, കാണുമ്പോഴത്തേക്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഇത് പൊടിക്കുള്ള റിങ്ങാണ് അമ്മ ഇത് ചെയ്തത്. സോ അമ്മ ഒരുപാട് സന്തോഷം. അമ്മയുടെ എന്താ പറയുക പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും ലേറ്റ് ആയത് കാരണം ഡിസംബർ 3 എനിക്ക് തന്നിട്ട് ഞാൻ ഇപ്പോഴാണ് അത് എനിക്ക് തുറന്നു നോക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ഞാനത് വിട്ടുപോയതാണ്. ക്ഷമിക്കണം അമ്മ. എന്തായാലും അമ്മേനെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അമ്മ എന്തായാലും എന്നെ തീർച്ചയായിട്ടും വിളിക്കണം. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം നേരിടുമ്പോഴും എനിക്കൊരു ആശ്വാസം അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക സന്തോഷം എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ നന്നായി കാണണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാരുള്ളത് തന്നെയാണ്. സോ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക സ്വർണ്ണമൊക്കെ അധികം ഞാൻ ഇടുന്ന ഒരാളല്ല. ഞാൻ ആദ്യമായിട്ട് ഇട്ടത് എൻ്റെ വെഡ്ഡിങ് റിംഗ് ആണ്. പിന്നെ ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ റിംഗ് ഇട്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ അമ്മേനെ കാണാൻ വേണ്ടി ഞാനൊരു ദിവസം വരും. ഓക്കെ, എനിക്ക് നമ്പർ കിട്ടി എന്നെ വിളിക്കണം. അമ്മേനെ കാണാൻ വേണ്ടി അമ്മേൻ്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കും. ഓക്കെ, അമ്മ ഇത്രയും ലേറ്റായതിൽ ക്ഷമിക്കണം. എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മയെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ അമ്മ ദൈവത്തോർത്ത് തന്നെ വിളിക്കണം. പിന്നെ എന്താ പറയുക, എനിക്ക് തന്നിട്ടുള്ള എനിക്ക്
എനിക്ക് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പം ആരെങ്കിലൊക്കെ എനിക്ക് ഇതേപോലെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ തരും. നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ, എല്ലാ ഗിഫ്റ്റ്സും എനിക്ക് വിലപ്പെട്ടതാണ്. എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇതിനി വന്ന് വിമർശിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഒരു സന്തോഷത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ വിഷമമുണ്ട്, കാരണം അമ്മേനെ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അമ്മ ഈ വീഡിയോ കാണുമ്പോൾ തിരിച്ചു വിളിക്കണം. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.